നമുക്ക് ചുരം കയറി കൽപ്പറ്റയ്ക്ക് പോകാം. കൽപ്പറ്റയിൽ അവിടെ ഇത്തവണ സിറ്റിംഗ് MLA ടി സിദ്ദിഖ്, RJD പുതിയ സ്ഥാനാർത്ഥി PK അനിൽകുമാർ, NDAക്ക് വേണ്ടി പ്രശാന്ത് മലവയൽ മത്സരിക്കുന്നു. അങ്ങനെ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ PK അനിൽകുമാർ, ടി സിദ്ദിഖ്, പ്രശാന്ത് മലവയൽ എന്നിവർ മത്സരിക്കുമ്പോൾ ആർക്കാണ് കൽപ്പറ്റയിൽ മുൻതൂക്കം? വരട്ടെ സ്ക്രീനിൽ. കൽപ്പറ്റ ആരെയാണ് തുണയ്ക്കുക? അവിടെ കൃത്യമായും ടി സിദ്ദിഖ് അദ്ദേഹത്തിന്റെ കോട്ട കാത്തുപോരുന്നു. UDF-ന് 48.86, LDF-ന് 42.31, NDAക്ക് 8.83, 6.55 വ്യത്യാസം. സിദ്ദിഖ് ഒരു മത്സരം നേരിടുന്നുണ്ട്. അവിടെ സിദ്ദിഖിനോടെ കാര്യങ്ങൾ അത്ര സുഖം അല്ല. സിദ്ദിഖിനൊരു നല്ല മത്സരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി സിദ്ദിഖ് തന്നെ ജയിക്കാനാണ്. 6.55 കംഫർട്ടബിൾ അല്ലേ? അതെ, കംഫർട്ടബിൾ ആണ്. സിദ്ദിഖ് ജയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ വലിയ ഭൂരിപക്ഷത്തിൽ സിദ്ദിഖിന് ജയിക്കാനുള്ള ആഗ്രഹം ഒരു പക്ഷേ തടസ്സമാണെന്ന് തോന്നുന്നു. അത് ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് തോട്ടം മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹവും പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ വോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സിദ്ദിഖ് ജയിക്കുമെങ്കിലും ഒരു മത്സരം കൽപ്പറ്റയിൽ ഇത്തവണ നടക്കുന്നുണ്ട്. ഈ കൽപ്പറ്റ ടൗൺഷിപ്പ്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, ഇതൊക്കെ LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങളിലൊക്കെ ഡയറക്റ്റ് MLA-യുടെ ഇടപെടലും ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ദുരന്തമുണ്ടായപ്പോഴും ദുരന്തമുഖത്തും സജീവമായി നിന്നതുകൊണ്ട് അയാൾക്ക് എതിർ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലെ വോട്ടർമാർക്ക് അവിടെ ഇല്ല. കാരണം ആ ഒരു മുണ്ടക്കൈ ചൂരൽമല പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും അദ്ദേഹവും സജീവമായിരുന്നു എന്ന വോട്ടർമാർക്ക് അഭിപ്രായമുണ്ട്. ഈ വീട് കൊടുത്തത് സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടായപ്പോൾ ടി സിദ്ദിഖിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ഏറ്റവും അവസാനം കൊണ്ട് വീട് കൊടുത്തത് ശരിയായില്ല. അപ്പോൾ കോൺഗ്രസ് നിങ്ങൾ വീട് കൊടുക്കുന്നത്, അത് ഞങ്ങൾ കല്ലിട്ടതല്ലേ ഉള്ളൂ, വീട് കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നത് ഒക്കെ അത് വലിയ രീതിയിൽ ടി സിദ്ദിഖിനെതിരെ ഒരു വലിയ പ്രചാരണായുധമാക്കുന്നു. ഒരുപക്ഷെ അത്തരം പ്രചരണങ്ങളായിരിക്കാം അദ്ദേഹത്തിന്റെ 10%-ലേക്കും 12%-ലേക്കുള്ള വോട്ട് ഷെയർ ഇടിഞ്ഞ് 6.8-ലേക്ക് 5470 വോട്ടിനാണ് MP ശ്രേയാംസ് കുമാറിനോട് ജയിക്കുന്നത്. അതായത് 3.6% മാർജിനെ ടി സിദ്ദിഖിനെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ തവണത്തേതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ആ ഒരു പരിസരത്ത് നിൽക്കുന്ന ഒരു മുൻതൂക്കം അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ.